ഗൈസ്, ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോണത് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണതാണ്. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ ഷാൻജിയോയോ അല്ലെങ്കിൽ വേറൊരു കുക്കിംഗ് ചാനൽ നോക്കിയിട്ടല്ല ചെയ്യാൻ പോണത്. എൻ്റെ ഒറ്റക്ക് ഗൈസ് മഞ്ഞ് പെയ്യുന്നു, സമ്മറായ. ദാണ്ട് കഴിഞ്ഞ വ്ലോഗിലല്ലേ ഞാൻ പറഞ്ഞ വെയിലായിരുന്നു. അകത്തേറാ ഗൈസ്. ഗൈസ് കഴിഞ്ഞ വ്ലോഗിൽ അറിഞ്ഞില്ലേ വെയിലായി, എനിക്ക് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞത്. തിരിച്ചെടുത്ത് അതാണ് പറഞ്ഞത്. ഇവിടുത്തെ വെതർ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിഡിക്റ്റബിൾ അല്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടോന്നാവോ ഞാൻ പറയണത്? ഹലോ. കാരണം ഞാനിപ്പോൾ കിച്ചണിലാണല്ലോ. ഇന്ന് അപ്പുറത്തെ റൂമിലത്തെ ചെക്കനുണ്ട്. അപ്പം നമ്മൾ ആ ചെക്കൻ ഇപ്പോൾ വന്നു ഗൈസ്. 100 ഐസ് ബ്ലർ ചെയ്തേക്കാം ഗൈസ്. ഞാനൊരു പ്ലേറ്റ് പൊട്ടിച്ചു ഗൈസ്. ഇപ്പം ഇന്ന് ഞാൻ അടുക്കളയിൽ കയറിയതിൻ്റെ തെളിവ് ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ശുഭമായിട്ട് കുക്കിംഗ് തുടങ്ങാം. ഇതാണ് ഞാൻ അടുക്കളയിൽ കയറാത്തത്. കയറിയാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് തെളിവുണ്ടാക്കണം കയറിയെന്നുള്ളത്. അത് കറക്റ്റ് അവനുള്ളപ്പോൾ തന്നെ ഞാൻ തെളിവുണ്ടാക്കി ഗൈസ്. വേറൊരു കാര്യം അറിയോ? ഇവിടെ വേറൊരു പ്ലേറ്റ് പൊട്ടി കിടക്കണ്. ഇതിനു മുന്നേ ആരോ പൊട്ടിച്ചത്. ഞാൻ അവനോട് പറഞ്ഞത് ഞാനല്ല കേട്ടാന്ന്. എന്തായാലും ഇത് ഞാനാണ്. എൻ്റെ ഓറങ്ങോട്ട് താഴോട്ട് വീണ്. ഇവിടെ വിൻ്റർ കഴിഞ്ഞു, മഞ്ഞ് കഴിഞ്ഞു എന്നൊക്കെ, അതൊക്കെ എല്ലാം ഞാൻ തിരിച്ചെടുത്തു. ഓക്കെ, ഇന്നെന്തോ കാര്യമായിട്ട് പറ്റുന്നുണ്ട് ഗൈസ്. എൻ്റെ ബ്രെഡ് ടോസ്റ്റ് കരിഞ്ഞി. അപ്പോൾ കരിഞ്ഞൊരു ബ്രെഡ് ടോസ്റ്റ് ആയിട്ട് നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് തുടങ്ങാം. എന്തായാലും ഇതല്ല എൻ്റെ കുക്കിംഗ് ചിക്കൻ ബിരിയാണിയാണ്. അതെന്തായാലും കറക്റ്റ് ആക്കണം. സാൻജു ചെയ്ത പോലത്തെയും വേറെ ഏതോ യൂട്യൂബേഴ്സ് ചെയ്ത പോലത്തെ ചിക്കൻ ബിരിയാണി അല്ല ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഉണ്ടാക്കുന്നത് സ്റ്റിനിയുടെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ്. നിങ്ങൾ ഇത് കഴിച്ച് കഴിയുമ്പോൾ, നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയാൽ കഴിച്ച് കഴിയുമ്പോൾ കൊതിക്കും. അപ്പോൾ സവാളയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സവാളയൊക്കെ നമുക്ക് അരിയാൻ വൃത്തിയാക്കാം. ആരുമില്ല ചെയ്തു തരാൻ, നമ്മൾ ഒറ്റക്ക് തന്നെ ചെയ്യണം. ഓക്കെ, ഇവിടെ ബാൽക്കണി ക്ലീൻ ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ ഇന്ന് മഞ്ഞ് പെയ്യുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ട്രാഷസ് എല്ലാം പുറത്തോട്ട് എടുത്തിടാമെന്ന്. നിങ്ങൾക്ക് ബ്രെഡ് ടോസ്റ്റ് ഇഷ്ടമാണോ? ബ്രെഡ് ടോസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാനൊരു സാധനം പറഞ്ഞുതരാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബ്രെഡ്. എനിക്ക് ഈ ബ്രെഡ് കഴിക്കുന്നത് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. ബ്രെഡും അതേപോലെ എന്തെങ്കിലും ബേക്ക് ചെയ്യുന്ന സാധനങ്ങൾ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും കഴിക്കുന്ന സാധനം കണ്ടിട്ടില്ലേ, മറ്റേ ചീര വെച്ചിട്ട് ബേക്ക് ചെയ്തത്. നിങ്ങൾ കണ്ടോ? കേൾക്കുന്നുണ്ടോ? ക്രിസ്പി. ഇതാണ്. ഇത് ഞാൻ ട്രാൻസ്ലേറ്റ് നോക്കിയിട്ടില്ല. ഒരു പ്രാവശ്യം നിന്നപ്പോൾ ഇഷ്ടപ്പെട്ട് വീണ്ടും വാങ്ങി. അതെ, ഒരു ബട്ടറിൻ്റെയും ചീസും യോഗേർട്ട്. അതിനൊക്കെ മുന്നേ യോഗേർട്ട് കഴിഞ്ഞിട്ടാണോ ബട്ടർ ഉണ്ടാക്കണത്? ബട്ടർ കഴിഞ്ഞിട്ട് എന്തോ ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് കഴിക്കാൻ അറിയുള്ളൂ. എനിക്ക് തോന്നുന്നു യോഗേർട്ട് കഴിഞ്ഞിട്ടാണ് ബട്ടർ കഴിഞ്ഞിട്ടാണ് ബട്ടർ ഉണ്ടാക്കണത്. എങ്ങനെയാണ് ഇത്? ബ്രെഡ് കരിഞ്ഞ ഞാൻ എന്തൊക്കെയാണ് പറയണത് ഗൈസ്? എന്തൊക്കെയാണ് ചെയ്യും പോയി. ഞാൻ ഭയങ്കര ക്ലംസിയാണ്. എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് സാധനങ്ങളെല്ലാം താഴെ വീഴും, പെട്ടെന്ന് പൊട്ടിക്കും. വീട്ടിൽ ഞാനും എനിക്കൊരു ചേട്ടനും ബുവയാണ് ഉള്ളത്. ഞങ്ങൾ ബുവാന്നാണ് പറയണത്. ബുവ എല്ലാം സൂക്ഷിക്കും, പക്ഷെ ഞാൻ ഒന്നും സൂക്ഷിക്കില്ല. ബുവ 10ാം ക്ലാസ്സിൽ വാങ്ങിച്ച ബാഗായിരിക്കും +1 +2 ഡിഗ്രിക്കൊക്കെ ഉപയോഗിക്കാം. പക്ഷെ ഞാൻ ഒരു വർഷം പകുതി ആകുമ്പോൾ തന്നെ ഞാൻ ആ ബാഗ് നശിപ്പിക്കും. ഞാൻ അങ്ങനെയാണ്. ഓക്കെ, പിന്നെ വീട്ടുകാർ പറയും അതിനെ കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇതിങ്ങനെ തേച്ചിട്ട് ആരൊക്കെയോ ഫോൺ വിളിക്കണോ? എടി ഞാൻ വ്ലോഗ് എടുക്കാൻ. എനിക്ക് മറ്റേത് 2 ഫോട്ടോഷൂട്ടിന് പിടിച്ചു. അതാണ് കമ്മീഷൻ. ശരിക്കും ഞാനൊരു ഉച്ചഭക്ഷണമാണ് ബിരിയാണി ആയിട്ട് ഉദ്ദേശിച്ചത്. പക്ഷേ നോക്കൂ, 2:30 കഴിഞ്ഞു. കിച്ചൺ ക്ലീനിങ് ആയിരുന്നു ഗൈസ്. ഇപ്പോഴും അവിടെ നടക്കണേണ്. എൻ്റെ പാർട്ടി ഞാൻ തീർത്തു. വിശന്നിട്ടാണെങ്കിൽ ദേഷ്യവും ദേഷ്യം വരും. അതാണ് പ്രശ്നം. ദേഷ്യം തീർക്കാനാണെങ്കിൽ ആരുമില്ല. ഈ കേക്കിനൊരു പ്രത്യേകത ഉണ്ട്. ഓഫറിന് കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിയതാണ്. ഇതിൽ ചോക്ലേറ്റ് ഫില്ലും പ്ലമ്മും കൂടി മിക്സ് ആയിട്ടുള്ളതാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പണ്ടത്തെ ഒരു കേക്ക് പോലത്തെ കേക്ക്. അവർ ഓഫർ ഇട്ട് വെച്ചത് ഡേറ്റ് തീരാറായതുകൊണ്ടായിരുന്നു. ഞാൻ ഓഫർ കണ്ടപ്പോ എനിക്ക് വേണ്ടിയിട്ട് 2 വാക്ക് സംസാരിക്കും. എടാ ആരും കാണൂലടാ വ്ളോഗ്.
തന്റെ നല്ല അടിപൊളി കേക്കാ. ഡേറ്റ് തീരാറായി. ഡേറ്റ് ഇന്ന് തീരും. അമലേ നായര് പെണ്ണ് നോക്കുന്നുണ്ടെന്ന് പറയാൻ പറഞ്ഞേ. ഈ എന്റെ 1000 പേരിൽ ആരെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അമലിനെ കോണ്ടാക്ട് ചെയ്യ്. തങ്കപ്പെട്ട സ്വഭാവമാണ്. ഇങ്ങനത്തെ പെണ്ണിനെ നോക്കുന്നേ. പെണ്ണായ മതി. എന്നെ പോലത്തെ സ്വഭാവം വല്ലതും വേണോ? അത് വേണ്ട, അത് വേണ്ട. നല്ല സ്വഭാവം ഒന്നും വേണ്ട, ചീത്ത സ്വഭാവം ഇരിക്കണം. അത്രയും നല്ല സ്വഭാവം വേണ്ട എനിക്ക്. സമയം പോയ പോക്ക്. എന്തായാലും ഇന്ന് ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു പോയി ബിരിയാണി ഉണ്ടാക്കാന്ന്. നിങ്ങൾ വല്ല പേനയും ബുക്കും പേപ്പറൊക്കെ എടുത്തിട്ട് നോട്ട് ചെയ്ത് വെച്ചോട്ടാ. സവാള അരിഞ്ഞ് വെക്കുക, ഒരു കുക്കർ എടുക്കാം, കുക്കർ തുറക്കാം. അപ്പോൾ 3 സവാള ഇതിലിട്ടേക്കുന്നത്. ഗൈസ് ഫോൺ പിടിച്ചോണ്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ട്രൈപോഡ് എടുത്ത് വെക്കാനും മടി. നിങ്ങൾ തൽക്കാലം ഈ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. എനിക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി ക്വാളിറ്റി ഉള്ള ബെറ്റുള്ള വീഡിയോസ് തരാനാണ് ആഗ്രഹം. പക്ഷേ ഒന്നും ചെയ്യാനില്ല ഗൈസ്, എനിക്ക് മടിയായിപ്പോയി. സവാള കുക്കറിലേക്ക് ഇടാം. ഓക്കെ, ആവശ്യത്തിന് ഉപ്പിൻ്റെ അളവ് എങ്ങനെയാണെന്ന് അറിയോ? ഇങ്ങനെ ഇടുമ്പോഴേക്കും നമുക്ക് തോന്നണം മതി മതി, ആ ഒരു അളവിൽ ഇടണം. തക്കാളി വേണം കേട്ടോ, തക്കാളി അരിയട്ടെ. തക്കാളിയും അരിഞ്ഞ് കുക്കറിലേക്ക് ഇടണം. ഓക്കെ ഗൈസ്, ഈ തക്കാളി മുറിയണില്ല ഗൈസ്. ഇത് കണ്ട, ഫ്രീസറിന്റെ താഴെ തന്നെയായിരുന്നു തക്കാളി ഇരുന്ന് വെച്ചത്. ഇതും നമുക്ക് കുക്കറിലേക്ക് ഇടാം. തക്കാളിയും എന്തെന്നായിരുന്നു ആ സവാളയും കൂടി നമ്മൾ കുക്കറിലേക്ക് ഇടാം. ഉപ്പിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി. ഗൈസ്, ഒറ്റക്കൈ കൊണ്ടൊക്കെ ചെയ്യണത് റിസ്ക്കാണ്. വീഡിയോന്റെ ക്ലാരിറ്റിയിലല്ല കാര്യം ഗൈസ്, ക്വാളിറ്റിയിലാണ്. ഞാൻ എന്താ ചെയ്യണത് എന്നുള്ളതിലാണ് കാര്യം. വോയിസുകളും കേട്ടാൽ മതിയായിരുന്നു ഇതിൽ. എനിക്ക് സവാള അരിയണത് ഇഷ്ടമല്ല. എല്ലാം പോണ താഴെ. എന്തോരം ഉള്ളി വേണോന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ നോക്കണം എന്തോരം വേണമെന്ന്. ഇതെനിക്ക് കണ്ടിട്ട് ഇനി ഇത്തിരി കൂടി വേണം എന്നൊരു തോന്നൽ. ഓക്കെ, അപ്പം നിങ്ങളിങ്ങനെ നോക്കുക. വേണം, ഒരെണ്ണം കൂടി വേണം, അപ്പോൾ ഒരെണ്ണം കൂടി അങ്ങോട്ട് എടുത്തിട്ട് വരാം. ഇങ്ങനെയാണ് നമ്മൾ എന്തോരം അളവ് സാധനങ്ങൾ വേണമെന്ന് തീരുമാനിക്കണത്. ഓക്കെ, ഇതാണ് ഒരു കുക്കിൻ്റെ കഴിവ്. നോട്ടത്തിലൂടെ അങ്ങോട്ട് മനസ്സിലാക്കണം. കഴിവ് എല്ലാവർക്കും ഉള്ളതാണ്, എനിക്ക് തോന്നണില്ല. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കുക്കിംഗ് വ്ളോഗ് കുറച്ചും കൂടി ആഡ് ആക്കാം നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട്. കാരണം കുക്കിംഗ് ഈസ് എ ബേസിക് സ്കിൽ. നിങ്ങൾ എൻ്റെ കുക്കിംഗ് കണ്ട് പഠിച്ചിട്ട് നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനെയോ ബോയ് ഫ്രണ്ടിനെയോ ഒക്കെ ഇമ്പ്രസ് ആക്കൂ. ഓക്കെ, ഇങ്ങനെയാണ് ഇമ്പ്രസ് ആക്കേണ്ടത്. ഇപ്പോൾ എന്നെ കെട്ടാൻ പോണ ആള് ഇതൊക്കെ കണ്ടിട്ട് വേണം ഇമ്പ്രസ് ആവാൻ. വിഷയമാണ് ഗൈസ്, ഭയങ്കര വിഷയമാണ്. ഇനി എന്താ വേണ്ടതെന്ന് നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ വിസിൽ വന്നവരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഗൈസ്, ചിക്കൻ ബിരിയാണിക്ക് വേണ്ട മെയിൻ സംഭവം എന്താണ്? ചിക്കൻ. ഞാൻ ചിക്കൻ ഫ്രീസറിൽ വെച്ചിട്ട് കുറച്ച് നാളായിരുന്നു മസാലയൊക്കെ പുരട്ടി. ഇതിന് എപ്പോൾ അലിയാനാണ്? ചിക്കൻ ബിരിയാണിക്ക് വേണ്ട ആദ്യ സാധനം തന്നെ ഞാൻ മറന്നുപോയി. ഒന്നാമത്തെ കാര്യം, യൂണിവേഴ്സ് എന്നോട് ഇന്ന് പറഞ്ഞിട്ടുണ്ട് ചിക്കൻ കറി ഉണ്ടാക്കണ്ടെന്ന്. രാവിലെ മുതൽ അതിനുള്ള സിംറ്റംസ് എനിക്ക് കണ്ടു തുടങ്ങി. സിംറ്റംസ് എന്നല്ലല്ലോ പറയാ, സിഗ്നൽസ് തന്നു തുടങ്ങി. പ്ലേറ്റ് താഴെ വീണ് പൊട്ടാം. അപ്പോഴേക്കും കിച്ചൺ ക്ലീൻ ആക്കാൻ പോയിട്ട് ഇവിടെ സ്പേസ് ഇല്ലാണ്ടിരിക്കുക. ഇപ്പോൾ ചിക്കൻ ബിരിയാണിക്ക് ചിക്കൻ്റെ അവസ്ഥ. യൂണിവേഴ്സ് എന്തൊക്കെ പറഞ്ഞാലും യൂണിവേഴ്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലെല്ലാം ചെയ്യണം. സത്യത്തിൽ ഇന്ന് എനിക്ക് കുക്കിങ്ങിനുള്ള ഒരു മൂഡില്ലെങ്കിൽ പോലും ഞാൻ എന്നെ ഫോഴ്സ് ചെയ്ത് കുക്ക് ചെയ്യിക്കുകയാണ്. വ്ളോഗ് എടുക്കാൻ എനിക്ക് ഒട്ടും മൂഡില്ലെങ്കിൽ പോലും എന്നെ ഫോഴ്സ് ചെയ്ത് ഞാൻ വ്ളോഗ് എടുക്കണതാണ്. അതാണ്, അങ്ങനെ വേണം നമ്മുടെ ജീവിതത്തിൽ ഓരോന്ന് ചെയ്യും. നിങ്ങൾ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? വിസിൽ വരാത്തതുകൊണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കും പെട്ടെന്ന് എനിക്ക് വിസിൽ വരാൻ. ഗൈസ്, ഈ സമയം നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റിനായിട്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഞാൻ പാട്ട് പാടിത്തരാം. ഫുൾ വീഡിയോസും കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? പാടിത്തരാം ഗൈസ്. നിങ്ങൾ പേടിക്കാറും അപ്പുറത്തെ ആൾക്കാരൊക്കെ ഓടി വരും എൻ്റെ പാട്ട് കേട്ടിട്ട്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ സഹിച്ചിട്ട് അങ്ങോട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. തുടങ്ങില്ല. പിന്നെ കരോക്കിട്ട് പാടിയ കോപ്പറേറ്റ് കിട്ടും. പിന്നെ ഒറിജിനൽ പോലെ തോന്നിയ കോപ്പറേറ്റ് കിട്ടത്തില്ലേ? ഇത് സൗണ്ട് ഇല്ലാണ്ട് പാടാം. കരോക്കില്ല, നിങ്ങളെന്നോട് ക്ഷമിക്കണം. കോപ്പറേറ്റ് കിട്ടണമുണ്ട്. പാടിയിട്ട് പകുതിക്ക് വെച്ചിട്ട് ഞാൻ വീണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാടണയാണ്. ഓക്കെ, തുടങ്ങണം. വെണ്ണീല ചന്ദന കിണ്ണം പുന്നമേടക്കായലിൽ വീണേ. ഒരു ഗൈസ് പോയി. കുഞ്ഞിളം കയ്യിൽ നെല്ല് കോരിയെടുക്കാൻ വാ. അയ്യോ,
പോണ്. മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരു കാന്ത, വേലി നിർത്തുന്ന കോലമയിലായി, മൂക്കിലോടുന്ന മേട്ടിലൊളിക്കാം, സ്വർണ്ണമീനായി നീന്തി തുടിക്കാം, വഞ്ചിപ്പാട്ടിന്റെ മിന്നിലേറാം. വെണ്ണില ചന്ദനക്കിണ്ണം കുന്നമടക്കായലിൽ വീണേ, പുന്നീളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ, മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞു. ആ ഫ്ലോ അങ്ങ് പോയി പുല്ല്. ഇല്ല, ഇനി എൻ്റെ വക ഒരു പാട്ടില്ല നിങ്ങൾക്ക്. ഒരു പാത്രം എടുക്കാം. ഇനി നമുക്ക് ബിരിയാണിയിലോട്ട് കിടക്കാം. എൻ്റെ കലാപരിപാടികൾ അവസാനിച്ചു. അടുത്ത വ്ലോഗിൽ എൻ്റെ ഡാൻസ് ആവാം അല്ലേ. എനിക്ക് പല കഴിവുകളുണ്ട് ഗൈസ്. നിങ്ങളിപ്പോൾ ഒരു കഴിവ് കണ്ടില്ലേ, അതേപോലത്തെ പല കഴിവുകളും ഞാൻ ഒളിപ്പിച്ച് വെച്ചൊക്കെയാണ്. കുക്കറിൻ്റെ വിസിൽ അങ്ങോട്ട് കളഞ്ഞേക്കാട്ടാ. എല്ലാം ശരിയാവും ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. ഇനി ഒറ്റ വഴിയുള്ളൂ. മസാല പുരട്ടി ചിക്കൻ ആയതുകൊണ്ട് എനിക്കിത് വെള്ളം ഒഴിക്കാൻ പറ്റത്തില്ല. സോ നമുക്കിത് മുറിക്കാം. എന്താ ചെയ്യാ? അമ്മേ, എന്തെന്നത് പൈസ ചേടാ. കുക്കറിൽ നിന്ന് എടുത്തിട്ട് ഞാൻ പാനിൽ വെളിച്ചെണ്ണ ഇട്ടു, ചൂടാക്കി. ദെൻ ഈ രണ്ട് സാധനങ്ങളും ഈ പാത്രത്തിലേക്ക് ഇട്ടു. ഗൈസ് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഈ സവാളയും തക്കാളിയും കൂടി വഴഞ്ഞിട്ട് വരുന്നതിന് മുന്നേ നമ്മൾ ഈ ഉള്ളി ഇടണം. ഓക്കെ, സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചോളണം, ഇല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഓക്കെ, സ്റ്റിനിയ ഫിഗർ ചെയ്തോടെ ബിരിയാണിയുടെ ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യണം. അപ്പം മണമൊന്നും വരാറായിട്ടില്ല. പിന്നെ ഇപ്പം തുടങ്ങിയോളാം. അപ്പം തന്നെ ഇങ്ങനെ മണം വരാനാ. ഭയങ്കര റിസ്കി ഷോർട്സ് ആണ് ഞാൻ ചെയ്യണത്. ഇതാരും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യരുത്. അല്ല, ഈ ഷോർട്സ് ഒക്കെ ഒന്നും വീട്ടിൽ ട്രൈ ചെയ്യരുത്. ഓക്കെ, ഇതൊന്നും പിള്ളേർ ട്രൈ ചെയ്യരുത് കേട്ടോ. ഇതൊക്കെ റിസ്കി ഷോർട്സ് ആണ്. പ്രായപൂർത്തിയായവർ മാത്രം ചെയ്യുക. ഇത് പൊന്നച്ചി, എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചത്. ഇതിപ്പോൾ എനിക്ക് ഇരട്ടി പണിയായി. ഇതെന്തോ ഗൈസ്, എല്ല് വേറെ മാംസം വേറെ. ശുഭം. കത്തി വളഞ്ഞ. ഇനി ഞാൻ എളുപ്പപ്പണി നോക്കില്ല ഗൈസ്. മടുത്ത്, എൻ്റെ ജീവിതം മടുത്തു. കുക്കിംഗ് ചെയ്യണത് ഒരു റിലീഫായിരിക്കും വിചാരിച്ചിട്ടാണ് കുക്കിങ്ങിലോട്ട് ഞാനൊന്ന് കടന്നത്. ഇതെനിക്ക് എക്സ്ട്രാ പ്രഷറായി. ബാക്കിൽ കൂടെ എന്തെങ്കിലുമൊക്കെ വരുമെന്നാവും. അമ്മേ, അപ്പുറത്തെ റൂമിത്തെ ചക്കനെ വിളിക്കണോ മുറിച്ചുതരാൻ? അപ്പുറത്തും പിടിച്ചുതരാൻ പറയരുത്. എല്ലൊടിഞ്ഞ്. ബിരിയാണിയുടെ അരി വേവാണ്. ഓക്കെ, ഒരു ശ്രദ്ധയായിപ്പോയി ഗൈസ്. ആരാ പറഞ്ഞത് കുക്കിംഗ് ചെയ്താൽ സമാധാനം കിട്ടുന്നു? പറഞ്ഞാൽ വിളിക്കേ. സവാള ഇത്രയും ഒന്ന് വാടിയാൽ മതി. ഓക്കെ, ഓൾറെഡി നമ്മൾ കുക്കറിൽ വിസിലടിച്ചപ്പോൾ വാടിയിട്ടുണ്ട്. നമ്മുടെ അരി ആവുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഈ സവാള വാടി വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ഗരം മസാല എടുക്കുക. ആദ്യം എന്താണ് ഇരിക്കണത് അതെടുക്കുക. ഗരം മസാലയൊക്കെ തീരാറായി. ഒരു ടേബിളാണിത്. ഈ ഒരു സ്പൂൺ 1 2 ഇട്ടു. മല്ലിപ്പൊടിയാണ് വേണ്ടത്. മല്ലിപ്പൊടിക്ക് സ്പൂണില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 2 സ്പൂൺ അങ്ങോട്ട് ഇട്ടോ. ഇതെൻ്റെ കണക്കാണേ. ഇത്തിരി കൂടെ നമ്മുടെ ആൻസിസ്റ്റർ പറയും മതി എന്ന്. അപ്പോഴാണ് നമ്മൾ നിർത്തേണ്ടത്. നിങ്ങൾ ആ റീൽസ് കണ്ടിട്ടില്ലേ? ദെൻ കാശ്മീരി മുളക്. ഇതും ഒരു കാണുമ്പോൾ നമുക്കൊരു സുഖം തോന്നണം. ഇത്രയും മതി എന്ന് അങ്ങോട്ട് തോന്നണം. അതുവരെ ഇടണം. ഓക്കെ, നെക്സ്റ്റ് എരിവുള്ള മുളക്. അതിനെന്താ പേര് പറയണത് എനിക്കറിയില്ല. മുളക് പൊടി എന്ന് പറയാം. 1 and 2. ഓക്കെ, പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് പച്ചമുളക് ഇട്ടിട്ടില്ല. നിങ്ങളും ഇടണ്ട. ഞാൻ ഇടാത്ത സാധനങ്ങൾ നിങ്ങൾ ഇട്ടിട്ട് നിങ്ങൾക്ക് ടേസ്റ്റ് കൂടണ്ട, കുറയണ്ട. എന്നിട്ട് ഇതൊക്കെ ഒന്ന് ഇളക്കുമ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ ഓർക്കണത് ചിക്കൻ മസാല ഇട്ടില്ലല്ലോ. അപ്പോൾ ചിക്കൻ മസാല നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനൊരു കണക്ക് പ്രകാരം ഇങ്ങനെ നമുക്ക് തോന്നണം. ഇത്രയും മതിയെന്ന്. അത് കഴിഞ്ഞ് ചിക്കൻ മസാലയും കൂടി ഇടണം. ഓക്കെ, എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം.
ഫോർ 1 minute. നമ്മുടെ ബിരിയാണി റൈസ് റെഡിയായി. അയ്യോ, മറ്റേ സാധനങ്ങളൊക്കെ ഇടണ്ടേ? ഗ്രാമ്പൂ അങ്ങനെയൊക്കെ പേര് പറഞ്ഞ സാധനങ്ങളൊക്കെ ഇടണ്ടേ? ഇടണമായിരുന്നു. 2. അയ്യോ, ഇത് കരിഞ്ഞ്. ഗൈസ്, പ്രഷറായി എനിക്ക്. ഗൈസ്, വെള്ളം ഇട്ട് കൊടുക്കാട്ടാ. ഇതൊന്ന് വെള്ളത്തിൽ തിളക്കട്ടെ. അയ്യോ, വെള്ളം ഇടണ്ടായിരുന്നു. എന്നാലും വെള്ളം ഇട്ടോ. ഓക്കെ, എൻ്റെ റെസിപ്പിക്ക് വെള്ളം വേണം എന്നാല്. പക്ഷെ നല്ല കുറുകലായിട്ടുണ്ട്. അപ്പൊ നമുക്ക് വെള്ളം ഇട്ടത് നന്നായിട്ടാ. എനിക്കറിയാം, എനിക്ക് അബദ്ധങ്ങൾ പറ്റുന്നതൊക്കെ എല്ലാം കറക്റ്റ് ആവാറുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നല്ല നല്ല ചിക്കൻ പീസ് നോക്കി ആദ്യം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾ വിചാരിക്കും ചീത്ത ചിക്കൻ പീസ് ഞാൻ കളയുന്നു. നെവർ. ചീത്ത ചിക്കൻ പീസും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ, ചിക്കനൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് മൂടി വെച്ചിട്ടാണ്. നമ്മൾ കാണുന്നുണ്ട് വെള്ളം ചിക്കനിൽ കൂടി ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഉപ്പ് നോക്കാനുള്ള സമയം. ശരിയാണേ. ഈ ഉപ്പ് നോക്കുമ്പോഴാണ് നമുക്ക് എവിടെയൊക്കെ പാളിയെന്ന് മനസ്സിലാവാം. ഇത്രയും എടുക്കണ്ട. കൊള്ളാം. നല്ല ചിക്കൻ കറി. അയ്യോ, ബിരിയാണി ആയിരുന്നു. നല്ല ബിരിയാണിക്ക് വേണ്ട ഗ്രേവി. എന്നോടേ ആ പുള്ളി എന്ന് വെച്ചാൽ അപ്പുറത്തെ റൂമിത്ത നമ്മുടെ സ്നേഹിതൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതിന് മുന്നത്തെ വ്ലോഗ് കാണാത്തൊരു തെറ്റിദ്ധരിക്കും. എൻ്റെ ശത്രു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്നാലും എൻ്റെ അപ്പുറത്തെ റൂമേറ്റ് എന്നോട് ചോദിക്കുന്നത്, ഞാൻ ഈ ഫോൺ ഇവിടെ വെച്ചിട്ട് വ്ലോഗ് ഇടുകയായിരുന്നല്ലോ. അപ്പം മറ്റേ ഫോൺ കയ്യിലും ഉണ്ടായിരുന്നു. അപ്പോൾ 2 ഫോൺ വ്ലോഗ് അങ്ങനെയൊക്കെ എന്തോ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ വ്ലോഗ് എടുക്കും എന്ന് പറഞ്ഞ്. അപ്പോഴേക്കും വ്ലോഗ് കണ്ടിട്ടുണ്ടെന്ന്. ഇനി എങ്ങാനും പുള്ളീനെ കുറ്റം പറയുന്നൊരു വ്ലോഗായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതായിരിക്കുമോ കണ്ടേക്കണത്. കേട്ടില്ല കേട്ടോ, ഞാൻ ആ വ്ലോഗ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ വ്ലോഗിൽ കുറേ സംസാരിച്ച് വഷളാക്കുന്നു. അതുകൊണ്ട് ആ കണ്ടന്റിൽ നിന്നൊക്കെ ചെറുതായിട്ട് തെന്നി മാറും. ഇപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചേക്കണതാണ്. എണ്ണ ചൂടായാന്ന് കൈയിട്ട് ഇങ്ങനെ നോക്കരുത്, പൊള്ളിപ്പോവും. സവാള ഫ്രൈ ആവുന്നു. എൻ്റെ ചിക്കൻ കറി കണ്ടില്ലല്ലോ നിങ്ങൾ. ദിസ് ഈസ് മൈ ചിക്കൻ കറി. നിങ്ങൾക്ക് ടേസ്റ്റ് തോന്നണില്ലേ? തോന്നണം. കരിഞ്ഞു ഗൈസ്. കാണുമ്പോൾ കുറച്ച് ഇറിറ്റേഷനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ ആർട്ടിഫിഷ്യലായിട്ട് വേണമെങ്കിൽ ടോക്ക് ചെയ്യാം. എനിക്ക് രണ്ടും പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അങ്ങനെ കമൻറ്റ് ചെയ്താൽ മതി. കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടെൽ മീ. ഓക്കെ, ഞാൻ പിന്നെ എപ്പോഴും എൻ്റെ ലെവലിലുള്ള എന്നെക്കാൾ ലെവൽ കുറഞ്ഞ ആൾക്കാരോടാണ് സംസാരിക്കാറ്. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടില്ലേ? അവർ ഈ വീഡിയോ കാണാത്തതുകൊണ്ട് കുഴപ്പമില്ല. അവരെ പറ്റി എനിക്ക് എന്ത് കുറ്റം വേണമെങ്കിലും ഇപ്പോൾ പറയാം. അവർ ഫുൾ വീഡിയോ ഒന്നും കാണാറില്ല. അവർ എൻ്റെ റീൽസേ കാണാറില്ല. ഞാനാണ് ഇടക്ക് തെറി പറഞ്ഞ് എൻ്റെ ബ്ലോഗ് കാണ്, എൻ്റെ റീല് കണ്ടോ എന്നൊക്കെ ചോദിച്ച് തെറി പറഞ്ഞ് ഓരോരുത്തരും എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ കാണിപ്പിക്കുന്നത്. ഓക്കെ, എൻ്റെ ഫ്രണ്ട്സിനെ പറ്റിയിട്ട് എനിക്ക് എന്ത് തോന്നിവാസവും പറയാം, അവർ കേൾക്കത്തില്ല. നമുക്ക് നോക്കാം, ഞാൻ അവരെ പറ്റിയിട്ട് 2 കുറ്റം പറയാം. അവരിത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയാണ്ട് തന്നെ അവരെനിക്ക് മെസ്സേജ് അയക്കും. നോക്കാം. എൻ്റെ കൂടെയുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഗൈസ്, വെറും അലവലാദികൾ. ശരിക്കും നല്ല ലൈറ്റിംഗ് ഒക്കെ വേണം എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ. പക്ഷെ എനിക്കിഷ്ടമല്ല ഇങ്ങനെ വീഡിയോ എടുക്കണത്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ പെർഫെക്ഷൻ നോക്കിയിട്ട് വീഡിയോ എടുക്കാൻ നിൽക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ ഇരിക്കത്തുള്ളൂ. ഇത് കണ്ടോ, ചട്ടിയും കലത്തിൻ്റെയൊക്കെ ഇടയിൽ ഒന്ന് വീഡിയോ എടുക്കണത്. അങ്ങനെ വേണം. നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആക്കാൻ നോക്കരുത്. അങ്ങോട്ട് ചെയ്ത് ഞാൻ വലിയൊരു വ്ളോഗർ ആകുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം. അപ്പം നമുക്ക് കിച്ചണിൽ വരെ ഫുൾ ലൈറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്യാം. അതാണ് എൻ്റെ ആഗ്രഹം. കിച്ചൺ മുതൽ എൻ്റെ ഡോമിൻ്റെ ഡൗൺ സ്റ്റേഴ്സ് വരെ നമുക്ക് ലൈറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്യണം. അത്രയും ലെവലിൽ നമ്മൾ ഉയരണം. നമ്മെ പിടിച്ച് സവാള കരിഞ്ഞിട്ടുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട്. ബിരിയാണി എന്താ ചെയ്യേണ്ടത് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഇത്രയും ഇതുവരെ ഉള്ളത് നോട്ട് ചെയ്തില്ല നിങ്ങളെല്ലാവരും. അടുത്തത്, ഈ അരി നമ്മളൊരു പാത്രത്തിലേക്ക് ഇങ്ങോട്ട് ഇടാം. ചിക്കൻ കറിയും വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ നോക്കിയിട്ടില്ല വെന്തിട്ടുണ്ടെന്ന് എൻ്റെ ഒരു മനക്കണക്കിൽ ഞാൻ ചിക്കൻ കറിയും കൂടി ഇതിലോട്ട് ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്തിട്ടു. ഫ്രൈ ചെയ്ത് വെച്ച സവാള
ഫ്രൈ ആയില്ല. ഇത്രയും ഫ്രൈ ആയാൽ മതി പോടണം. പിന്നെ ഇതിലുള്ള കാര്യം എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യാം, വീണ്ടും അരിയിടാം. അരി ഇടുമ്പോൾ അരിയിലിട്ട പൂക്കളൊക്കെ ഒന്ന് പുറത്തോട്ടിട്ടോട്ടെ. എനിക്ക് വെള്ളം ഇത് കടിച്ചാൽ എൻ്റെ മൂട് പോവും. പൂക്കളെന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾ വേറെ പൂക്കളൊന്നും അല്ല കേട്ടാ, വേറൊന്നുമല്ല. ബാക്കി അരിയും കൂടി അങ്ങോട്ട് ഇടാം. ഒരു കടുകുമണി പോലും നമ്മൾ വേസ്റ്റ് ആക്കരുത്. ഓരോരുത്തരുടെ പേര് എഴുതി വെച്ചേക്കണേണ്. ഓരോരുത്തരുടെ പേര് പറഞ്ഞോളൂ, എല്ലാ അരിക്കും ഞാൻ പേരിടാം. ഈ ബിരിയാണി ദം ചെയ്ത് വെച്ചത് ഒന്ന് ചൂടാക്കാം. ഗൈസ്, പെട്ടെന്ന് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. അപ്പോഴേക്കും ഞാൻ കുളിച്ചിട്ട് വന്ന് ഇനി ഞാൻ എൻ്റെ ദം എന്തോ പറയൂലേ, ദം. അപ്പോൾ എൻ്റെ ബിരിയാണിയുടെ ദം പൊട്ടിക്കാം. ഓക്കെ, ദമ്മൊന്നും വെച്ചിട്ടില്ല, ബിരിയാണി പൊട്ടിക്കാം. ഓക്കെ, ഇതാണ് എൻ്റെ ബിരിയാണി. നടന്നുണ്ട്. ഇതാണ് എൻ്റെ ചിക്കൻ കറി. ഇതവിടെ ഇരിക്കട്ടെ, നാളെ കഴിക്കാം. ഞാൻ ഓണാക്കാൻ മറന്നായിരുന്നു. ഞാൻ ഓൾറെഡി ഇത് ഇവിടെ നിന്ന് ടേസ്റ്റ് ചെയ്തായിരുന്നു. ടേസ്റ്റ് ഉണ്ട്, ഉപ്പൊക്കെ കറക്റ്റാണ്. കുറച്ച് എരിവുണ്ട്, പക്ഷെ നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എരിവ്. അപ്പുറത്ത് കൊണ്ടു ചെക്കൻ കൊടുക്കായിരുന്നു. അവനാകുമ്പോൾ കുണ്ടി പൊള്ളിയാണ് അവൻ്റെ. ഓക്കെ, നല്ല കളറില്ലേ, ബിരിയാണിയുടെ കളർ തന്നെ ഇല്ലേ, അതാണ് ഇത്. എന്തായാലും ട്രൈ ചെയ്യണം, മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. പെട്ടെന്ന് ഉണ്ടാക്കാം അല്ലേ. അപ്പം ഇന്നത്തെ വ്ളോഗ് ഏകദേശം കഴിഞ്ഞു. ഇതായിരുന്നു നമ്മുടെ വ്ളോഗ്, കുക്കിംഗ് വ്ളോഗ്. ഇന്ന് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടാ. ബൈ.